ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ചിത്രീകരണം പൂർത്തിയായി 2027 റിലീസ് ചെയ്യും. ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ വൻ വിജയത്തിനുശേഷം ദീർഘവർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ചിത്രത്തിന്റെ തുടർച്ചയായ ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. ഇത് 2027 മാർച്ച് 26 റിലീസ് ചെയ്യും. തുടർന്ന് പാർട്ട് 2 2027 മെയ് 6 റിലീസ് ചെയ്യും. രണ്ട് തീയതികളും ക്രിസ്ത്യൻ കലണ്ടറിലെ പ്രധാന പോയിന്റുകളുമായി തീയതികൾ യോജിക്കുന്നു. ആദ്യ ഭാഗം ദുഃഖ വെള്ളിയാഴ്ച അരങ്ങേറും. രണ്ടാമത് 40 ദിവസങ്ങൾക്കുശേഷം അസൻഷൻ ദിനത്തിൽ ആരോഹണ ദിനം എത്തും. കുരിശുമരണത്തിനുശേഷമുള്ള യേശുക്രിസ്തുവിന്റെ കഥയെ പുനരവലോകനം ചെയ്യുന്ന ഈ ചിത്രം പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിൽ നിന്നും വ്യത്യസ്തമായ തുടർ ഭാഗത്തിൽ പൂർണ്ണമായും പുതിയ അഭിനേതാക്കളാണുള്ളത്. യേശുവിന്റെ വേഷം ജിം കാവിസലിനു പകരം ഫിന്നിഷ് നടൻ ജാക്കോ ഒസാഡോണൻ ചെയ്യുന്നു. മഗ്ദല മറിയമായി കസിയസ് മഗ്നിയാക്, പീലാത്തോസായി റിക്കാർഡോ സ്കാമർസിയോ, സഹകഥാപാത്രമായി റുബാർട്ട് എവററ്റ് എന്നിവരും വേഷമിട്ടു. സംവിധായകൻ മെൽ ഗിബ്സണ് ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് 2004 റിലീസ് ചെയ്തത്. ലോകമെമ്പാടുമായി $610 മില്യൺ കളക്ഷൻ നേടി. ഇത് 2027 മാർച്ച് 26 റിലീസ് ചെയ്യും. തുടർന്ന് പാർട്ട് 2 2027 മെയ് 6 റിലീസ് ചെയ്യും. രണ്ട് തീയതികളും ക്രിസ്ത്യൻ കലണ്ടറിലെ പ്രധാന പോയിന്റുകളുമായി തീയതികൾ യോജിക്കുന്നു. ആദ്യ ഭാഗം ദുഃഖ വെള്ളിയാഴ്ച അരങ്ങേറും. രണ്ടാമത് 40 ദിവസങ്ങൾക്കുശേഷം അസൻഷൻ ദിനത്തിൽ ആരോഹണ ദിനം എത്തും. കുരിശുമരണത്തിനുശേഷമുള്ള യേശുക്രിസ്തുവിന്റെ കഥയെ പുനരവലോകനം ചെയ്യുന്ന ഈ ചിത്രം പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിൽ നിന്നും വ്യത്യസ്തമായ തുടർ ഭാഗത്തിൽ പൂർണ്ണമായും പുതിയ അഭിനേതാക്കളാണുള്ളത്. യേശുവിന്റെ വേഷം ജിം കാവിസലിനു പകരം ഫിന്നിഷ് നടൻ ജാക്കോ ഒസാഡോണൻ ചെയ്യുന്നു. മഗ്ദല മറിയമായി കസിയസ് മഗ്നിയാക്, പീലാത്തോസായി റിക്കാർഡോ സ്കാമർസിയോ, സഹകഥാപാത്രമായി റുബാർട്ട് എവററ്റ് എന്നിവരും വേഷമിട്ടു. സംവിധായകൻ മെൽ ഗിബ്സണ് ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് 2004 റിലീസ് ചെയ്തത്. ലോകമെമ്പാടുമായി $610 മില്യൺ കളക്ഷൻ നേടി.